നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. സാധാരണ നമ്മൾ ഈ വിസർജനൻ ചാനലിനകത്ത് കാണുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ പടർത്തുന്ന ഒരു സെപ്റ്റി ടാങ്കാണ് ഈ വിസർജന ചാനൽ. അതിൻ്റെ തലപ്പത്ത് കയറിയിരിക്കുന്ന നമ്മുടെ അനിൽ നമ്പ്യാരി ഏട്ടനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം ഈ ഒരു ചാനലിനകത്ത് ചർച്ചയിൽ വന്ന നമ്മുടെ ക്ലോസറ്റ് ആരിഫിനോടും ഈ വിസർജനം അണ്ണൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ മുസ്ലിം ജിഹാദികളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമായിട്ടില്ല. ഇവിടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഇത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട്, അവരെക്കുറിച്ചും കൂടെ നമ്മൾ പറയണം, അവരെയും കൂടെ നമ്മൾ പുറത്തേക്ക് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ഒരു വാർത്ത കണ്ടപ്പോഴേ സത്യത്തിൽ ഇത്രയ്ക്ക് ഗതികെട്ടവന്മാരെ അല്ലെങ്കിൽ വാർത്തയ്ക്ക് ഇത്രയും പഞ്ഞുള്ളവന്മാരെ നമ്മുടെ കേരളത്തിൽ വേറെ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അല്ലാതെ ഈ ചാനലിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നല്ല വാർത്തകൾ വരുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫ്രെഡി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരനുണ്ട്. അത്യാവശ്യം നല്ല നോളജുള്ള ഒരു പയ്യനാണ്. ഈ ക്രിസംഖികൾക്ക് ഒരു കണ്ണുകടിയാണ് ഈ നല്ല സത്യക്രിസ്ത്യാനിയായിട്ടുള്ള ഈ ഫ്രെഡി എന്ന് പറയുന്ന ഈ ഒരു ക്രൈസ്തവ സഹോദരൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലോസറ്റ് ആരിഫിന് ഒരു മറുപടി കൊടുത്തായിരുന്നു. ക്ലോസറ്റ് ഇപ്പം ഓടി നടന്ന് തല്ല് മേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പോകുന്നിടത്തുനിന്നൊക്കെ ഇടിയും തൊഴിയും കൊണ്ട് അവിടെ ജൂതന്മാരുടെ അടുത്ത് ചെന്ന് മൂട്ടിനടിയും കിട്ടി. അവിടുന്ന് ഈ ആണും പെണ്ണും കെട്ട ശിഖണ്ഡി അവിടുന്ന് ലണ്ടനിൽ പോയി, ലണ്ടനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അടി. ഇപ്പം നമ്മുടെ ഫ്രെഡിയും കൊടുക്കുന്നുണ്ട് അണ്ണാക്കിൽ നല്ല പിരിവെട്ടിയൊരു മറുപടി. എന്തായാലും ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഇവനടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ പ്രചരിപ്പിച്ചത് ഇത് സത്യമാണ്, കേരളത്തിൽ ഇതൊക്കെ ഉണ്ട്, ഈ 33,000 സ്ത്രീകളൊക്കെ ഇവിടുന്ന് കൺവെർട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് താലിബാനിലും അവിടെ ഇവിടെ കൊണ്ടുപോയി തീവ്രവാദികൾക്ക് പൊട്ടിക്കാൻ കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വിശാല ചേച്ചി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ മരണപ്പെട്ടു പോയിട്ടുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു പരമനായാണ്. അപ്പോൾ അവൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഇതൊക്കെ കേരള സ്റ്റോറി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ വരുന്നത്. ഈ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ കോടതിയിൽ വരെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു സഹോദരനാണ് ഈ ഫ്രെഡി എന്ന് പറയുന്ന ഈ ഒരു സഹോദരൻ. ഈ സഹോദരൻ നമ്മുടെ ഹാർപ്പിക്കിന് കൊടുക്കുന്ന ഒരു കിടുക്കാച്ച് മറുപടിയുണ്ട്, ഒന്ന് കേട്ടോ. ഹാർപ്പിക് ഹുസൈന്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് ബൈബിൾ ക്ലാസ്സാ. ഹാർപ്പിക് ഹുസൈന്റെ പടയാളികൾ, ക്രിസംഗി പടയാളികൾ വന്നിട്ട് ജീസസിനെ കൊന്നത് റോമക്കാരാണ്. ജീസസിനെ കൊന്നത് റോമക്കാരല്ല, ജീസസിന്റെ ശിഷ്യന്മാരെ കൊന്നത് റോമക്കാരാണ്. ജീസസിനെ തട്ടിയത് ജൂതന്മാരാണ്. അത് നിങ്ങൾക്ക് ചരിത്രം ഒന്നും കൂടി നോക്കുക. ഏറ്റവും അഗ്രസീവായിട്ടുള്ള, ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഗവർണറായിരുന്നു പാന്തിയോസ് പിലാത്തോസ്. പുള്ളിക്കാരന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഈ ചോരയെ പങ്കില്ല, ഞാൻ ദേ കൈ എഴുതുന്നു. മലയാളത്തിൽ നമ്മളൊരു ടേം തന്നെ അങ്ങനെ ഉണ്ടായില്ലേ, ഞാൻ കൈ എഴുകുവാട്ടോ, നമുക്കിതിൽ പങ്കില്ല. അപ്പൊ പീലാത്തോസ് പറഞ്ഞു ഞാന് ഈ മനുഷ്യനിൽ തെറ്റൊന്നും കാണുന്നില്ല, എനിക്ക് ഈ ചോരയിൽ പങ്കുമില്ല. പുള്ളി കൈ എഴുകി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് മരുവാണെങ്കിലും കാണിക്കി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഊരി. ഈ യഹൂദ പ്രമാണികളായിട്ടുള്ള ടീമുകളാണ് വിളിച്ചു പറഞ്ഞത് തൂക്കിക്കോ, കുരിശിൽ തൂക്കിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ബൈബിൾ വായിക്കാത്ത കാരണോ? കണ്ട ഊള് CBSE പഠിച്ച കുറെ ബൈബിള് പോലും വായിക്കാത്ത ChatGPT നോക്കി ജീവിക്കുന്ന പിള്ളേരെയൊക്കെ വെച്ച് എനിക്കിട്ട് ഉണ്ടാക്കാൻ വരരുത് ഹാർപ്പിക്കെ. ബൈബിളൊക്കെ വായിച്ചിട്ട് പയ്യെ പോയാ മതി. ജീസസിനെ തട്ടിയത് ജൂതന്മാരാ, ജീസസിന്റെ ശിഷ്യന്മാരെ തട്ടിയത് റോമക്കാരാ. നിങ്ങക്ക് അറിയാൻ പാടില്ലാത്ത ചരിത്രം ഞാനും പഠിപ്പിച്ചു തരാം. ഏത് പുസ്തകം വായിക്കുന്നതിന് മുമ്പ് നീ ഫസ്റ്റ് ബൈബിള് വായിച്ചിട്ട് മറ്റു പുസ്തകങ്ങൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞതിന്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇമാതിരി വാണങ്ങൾ വരുമെന്ന് അവർക്കറിയായിരുന്നു. ഹാർപ്പിക് ഹുസൈൻ ഭയങ്കര ഡെസ്പറേറ്റ് ആണെന്ന് തോന്നുന്നു. എനിക്കെതിരെ 5 പോസ്റ്റൊക്കെ പുള്ളിയുടെ പേജിൽ കിടപ്പുണ്ട്. അതുകൂടാണ്ട് എല്ലാ ഹാർപ്പിക് അനുയായികളുടെ പേജിലും എന്റെ വീഡിയോയാ. അപ്പൊ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും, സ്വാഭാവികം. ജൂതരായിട്ടുള്ള ജീസസ് ക്രൈസ്റ്റ് ഇത്തിരി കറുത്തുപോയത് കൊണ്ടും പറഞ്ഞിരുന്ന കാര്യങ്ങൾ കുറച്ച് വിപ്ലവകരമായ കാര്യങ്ങളായ കാരണം അടിച്ച് കുരിശിക്കയറ്റിയ ടീമാണ്. ചെന്ന് കയറിക്കൊടു, അടി അണ്ണാക്കി തരും. ജനിച്ച നാട്ടിലെ മനുഷ്യന്മാരെയൊക്കെ തമ്മിലടിപ്പിച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ചെന്ന് കയറി കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ്. സമയം കിട്ടിക്കഴിഞ്ഞാൽ അവന്മാര് നല്ല തരും. ഇവരിപ്പോഴും മറ്റേ ഇസ്രായേലികളെയും ജൂതന്മാരെയൊക്കെ ഇങ്ങനെ താങ്ങി നടക്കുകയാണ്. ഇവരുടെ വിചാരം ഇവർക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അംഗീകരിക്കുന്ന. ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ റേഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉറപ്പുണ്ട്. ഈ കേരളം വിട്ട മലയാളികളെല്ലാം കുറച്ച് ഞങ്ങളൊക്കെ മറ്റേടത്ത ആൾക്കാരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറയണം. എൻ്റെ കയ്യിൽ അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ട്, ഐറിഷ് പാസ്പോർട്ട് ഉണ്ട്, UK പാസ്പോർട്ട് ഉണ്ട്, ജർമ്മൻ പാസ്പോർട്ട് ഉണ്ട്, ഇങ്ങനെ പറയുന്ന കുറെ മലയാളികളൊക്കെ ഉണ്ട്. എനിക്കൊരു തേങ്ങയില്ല, നിങ്ങളാണ് പ്രശ്നം. ഈ നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കണതിൽ
അവർ അനുഭവിച്ചോളും എന്നൊക്കെ. അല്ല, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവന്മാര് നിങ്ങൾ അടിക്കണതിന് മുമ്പ് നിങ്ങളുടെ പാസ്പോർട്ട് ഏതാണെന്ന് നോക്കിയൊന്നുമില്ല, മുഖം നോക്കി നല്ല കീറും. അപ്പൊ കിട്ടണോ മേടിച്ചു പൊക്കോളണം. ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവസ്ഥ. പിന്നെ അമേരിക്ക പിന്നെ അത്രയും പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നണു. കാരണം അതൊരു കൊടിയേറ്റ രാജ്യമാണല്ലോ. ഏത് അങ്ങനെ തന്നെ. അപ്പൊ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വാങ്ങാം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയാണ്. ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ BJPയും RSSും ഇത്രയെങ്കിലും ശക്തിയായത് കൊണ്ട് മാത്രമാണ് ഇത് ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. എന്റെ സത്യം. പഞ്ചാബി ഹൗസിൽ ഹരിസ്വേശോകം പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ട്, നിന്റെ അച്ഛന്റെ അച്ചാർന്ന്. മനസ്സിലായോ? ആ ഡയലോഗ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാവെന്നറിയില്ല. എന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഇന്ത്യൻ ഭരണഘടന മറ്റേ കപ്പലണ്ടി പൊതിയാൻ വേണ്ടിയിട്ടുള്ള കടലാസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വലിയൊരു പ്രശ്നമാണ്. ഈ BJP ഭരിക്കുന്ന ഏത് സംസ്ഥാനത്താണ് ക്രിസ്ത്യാനികൾ ഒരു മയത്തിലൊക്കെ തള്ളു? BJP ഭരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനത്താണ് ക്രിസ്ത്യാനികൾ സുരക്ഷിതര്? ഒന്ന് ചോദിച്ചു നോക്ക് ക്രിസ്ത്യാനികളോട്. അപ്പൊ അവര് പറഞ്ഞു തരും എവിടെയൊക്കെയാണ് സുരക്ഷിതരെന്ന്. ഇനി അടുത്തില്ലെങ്കിൽ ഇത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറും. ഇത് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഏത് പ്രദേശവും കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഈ ശബരിമലയുടെ തിക്കും തിരക്കും ഇടക്കുള്ള കുത്തിത്തിരിപ്പും പിന്നെ കേന്ദ്രത്തിന്റെ കുറച്ച് പരിപാടിയും കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാക്കാനായിട്ടുള്ള പരിപാടിയാണെന്ന്. ആണല്ലേ? ഇനി കമന്റ് ബോക്സിൽ ഒരു ബാക്കി. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മലയാളത്തില് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. നമ്മൾ മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോ അറബി സംസാരിക്കുന്ന ഈ ലെബനോൻ, സിറിയ, ഈ ഒരു വീഡിയോ നമ്മുടെ ക്ലോസറ്റ് ആരിഫിനും അവന്റെ കീടാണുക്കൾക്കും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്ന ഈ കാസ കൂസൻ കെവിൻ പീറ്ററും നമ്മുടെ പൂഞ്ഞാറിലെ അമ്മാവന്മാർക്കും എല്ലാം വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇട്ട് മെഴുകുന്ന കമൻറ്റോളികളില്ലേ, അവർക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഇത് കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങോട്ട് പോരട്ടെ. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അതായത് ഈ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ക്രിസ്ത്യാനികൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും നല്ല ക്രിസ്ത്യാനികളല്ല. അവരൊക്കെ ബൈബിൾ കറക്റ്റായിട്ട് പഠിച്ചവരാണെങ്കിൽ, ചരിത്രം പഠിച്ചവരാണെങ്കിൽ ഒരു കാലത്തും അവർ ആ രാജ്യത്തെ അംഗീകരിക്കില്ല. കാരണം യേശുദേവനെ കുരിശിലേറ്റിയവരാണ് ജൂതന്മാരെന്നുള്ളത് ആർക്കാണ് അറിയാൻ മേലാത്തത്? ഇതുപോലും അറിയാതെയാണ് ഇവിടെയുള്ള ക്രിസംഖികൾ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പറയപ്പെടുന്ന സംഘപരിവാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി, അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള ഹാർപ്പിക് വെട്ടാവളിയന്മാരെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. എന്തായാലും അവർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ നല്ല തലയ്ക്കകത്ത് വിവരവും ബോധവുമുള്ള ഇതുപോലത്തെ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ അതിന് കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയത്ത് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണണം. ബൈ.